എത്രയോ ആളുകളാണല്ലേ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സദസ്സിൽ പോലും കണ്ണുനീരോടുകൂടെ പങ്കെടുക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കണ്ണുനീർ തുടച്ചു തരട്ടെ. അങ്ങനെ പടച്ചോൻ കണ്ണുനീര് തുടച്ചു തരാൻ മനോഹരമായൊരു മന്ത്രമുണ്ട്, ഒരു ദിക്ർ. മനസ്സറിഞ്ഞ് ഒരേ ഒരു തവണ ഈ ബോധ്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അള്ളാഹു ഉണ്ടാവും. ആര് നിങ്ങളെ കൈവിട്ടാലും പടച്ചോ നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു തരും. നിങ്ങളുടെ വേദന എന്താണോ അത് അള്ളാഹു മാറ്റിത്തരും. സാമ്പത്തികമായ പരാധീനതകൾ, വീട്ടിലെ ബറക്കത്തില്ലായ്മ, ടെൻഷൻ, ഡിപ്രഷൻ എന്തു ആയിക്കോട്ടെ, ഈ മന്ത്രം ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ നിങ്ങളൊന്ന് മുറുകെ പിടിച്ചോ, പിന്നെ നിങ്ങൾ കരയേണ്ടി വരില്ല. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഇത് അള്ളാഹുവും അവൻ്റെ ഹബീബും തന്ന ഉറപ്പാണ്. പഠിച്ചാലോ ഏതാണതെന്ന്? ഈ ആഴ്ചയിലെ വിജയി അറിയണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഹാപ്പി ആയിരിക്കണം കേട്ടോ. കണ്ണുനീരൊക്കെ തുടയ്ക്കണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് അല്ലേ? ഇനി കടന്നു വരുന്നത് പരിശുദ്ധ റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകൾ വരുന്ന പരിശുദ്ധമായ ദുൽഹജ്ജ് മാസമാണ്. അപ്പോൾ ദുൽഹജ്ജ് മാസത്തിന് മുൻപുള്ള അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കണ്ട് സന്തോഷിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പകൽ, ഈ രണ്ട് സാധനം ഉണ്ടല്ലോ, പകലും രാത്രിയൊക്കെ വളരെയധികം പോരിശ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ വ്യാഴാഴ്ചയുടെ പകൽ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കുന്ന ദിവസമാണത്രേ. സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കുമ്പോൾ ആ ദിവസം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. ഈ ദിവസം, ഇന്നത്തെ ഈ ദിവസം അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ, പടച്ചോനിലേക്ക് അടുക്കാൻ, അള്ളാഹുവെ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് അള്ളാഹിനോട് കരഞ്ഞപേക്ഷിക്കാൻ പറ്റിയ നിമിഷങ്ങളാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗ്ഗസ്ഥരായ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് ചോദിക്കട്ടെ, പല ആളുകളും നിങ്ങളെ വേദനിപ്പിക്കാറുണ്ട് അല്ലേ? അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങൾ എന്തോരം വീട്ടിലുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇക്കാക്കാടെ ഉമ്മ എന്നെ അങ്ങനെ പറഞ്ഞു. എന്തിനെന്നെ അങ്ങനെ പറഞ്ഞത്? അവർക്കൊരു മോളെപ്പോലെ കണ്ടൂടെ എന്നെ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന എന്തോരം സഹോദരിമാരുണ്ട്. എന്നോട് തന്നെ കൗൺസിലിങ്ങിന് വന്ന്, അതായത് അമ്മായിയമ്മയുടെ ഉപദ്രവം കൊണ്ട് മാനസിക നില തെറ്റിപ്പോയി ജീവിതം താറുമാറായ ഒരു കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ നിൽക്കുന്നത് ഭർത്താവിൻ്റെ ഉമ്മയുടെ കൂടെയാണ്. ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ്. മാദല്ലാഹ്, എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് അവൾക്ക് സമ്പത്ത് കുറവാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് നല്ല സമ്പത്തുണ്ട്, ഇവൾക്ക് സമ്പത്ത് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവൻ ഇഷ്ടപ്പെട്ടൊരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നാണ്. എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി. പിന്നെ നോക്കിയത് ഉമ്മയുടെ തണലിലാണ്. അവൻ നോക്കുന്നുണ്ട്, പക്ഷെ ഉമ്മയുടെ തണലിൽ അങ്ങനെ നിർത്തിയേക്കാണ്. വല്ലാത്തൊരു പ്രയാസം നിറഞ്ഞ അവസ്ഥ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു. ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വേദന തോന്നുന്നുണ്ട്. പലതും പറയാൻ പറ്റില്ല നിങ്ങളോട്. അത്രമാത്രം മോശമായ നിലയിൽ ആ ഉമ്മ കുട്ടിയെ കണ്ടു എന്നുള്ളതാണ്. ഈ സ്വഭാവുൽ ഹെയറിൽ പങ്കെടുക്കുന്ന ആരും അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ കേട്ടോ. അങ്ങനത്തെ അമ്മായിയമ്മമാരൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടാവരുത്. അള്ളാഹിനോട് വലിയ കണക്ക് പറയേണ്ടി വരും. ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ, ആ മോളുടെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണുനീര് വീഴുന്നതിന് ഉമ്മമാരെ നിങ്ങളൊക്കെ പടച്ചോൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. എത്ര തഹജ്ജുദ് നിങ്ങൾ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും അള്ളാഹ് നിങ്ങളെ വെറുതെ വിടൂല കേട്ടോ. അള്ളാഹ് മരിക്കാൻ നേരത്ത് പെടഞ്ഞു മരിക്കേണ്ടി വരും. ആഖിറത്തിൽ അതിനേക്കാൾ വലിയ ഭീകരത നേരിടേണ്ടി വരും. തിരിച്ചും അങ്ങനെ തന്നെ. ഇനി അമ്മായിയമ്മ എന്ന് പറയുന്നൊരു സംഗതി തന്നെ ഇല്ലല്ലോ, ഉമ്മായല്ലേ അല്ലേ? ഭർത്താവിൻ്റെ ഉമ്മ. ആ ഉമ്മയെ പരിഗണിക്കണം. തിരിച്ചു ഒരുപാട് മരുമകളിൽ നിന്ന് ക്രൂരമായി വേട്ടയാടൽ അനുഭവിക്കേണ്ടി വന്ന എത്ര ഉമ്മമാരുണ്ട്. ഒരു ഉമ്മ പറഞ്ഞ സങ്കടം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ? അവർ വീട്ടിൽ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കുമ്പോഴും എൻ്റെ മോനും മരുവോളും എനിക്ക് കഞ്ഞിയാണ് തരിക എന്നാണ്. എന്നിട്ട് പറയുന്നത് ബിരിയാണിയൊക്കെ തിന്ന ഉമ്മയുടെ എല്ലിൻ്റെ ഇടയിൽ കയറുമെന്നാണ്. മാദല്ലാഹ്, എല്ലിൻ്റെ ഇടയിൽ കയറി തന്നെ മരിക്കും ഈ പറയുന്ന മോൻ കേട്ടോ. അതിനൊന്നും വലിയ കാലതാമസം ഉണ്ടാവില്ല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ദുനിയാവിൽ തന്നെ നരകിച്ച് മരിക്കണ കാര്യങ്ങളിൽ ചിലതുണ്ട്. അതിലൊന്ന് വാപ്പാനും ഉമ്മാനും വേദനിപ്പിക്കലാടാ. അവർ പുറത്തു തന്നിട്ടില്ല എങ്കിൽ നരകിച്ച് തന്നെ മരിക്കും. പിന്നെ ഇതൊക്കെ കണ്ട് വളരുന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് മക്കളില്ലേ? ഈ മക്കൾ ഇത് തന്നെ
ഉറപ്പായും അനുഭവിക്കേണ്ടി വരും. ഇത് തന്നെ തിരിച്ചു തരും. കമാ തദീനു തുദാൻ, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അമ്മായിയമ്മ മരുമോളൊക്കെ മാറ്റി വെച്ചിട്ട് ഉമ്മായും മോളുമായി ജീവിച്ചു നോക്ക്. സ്വഭാവുൽ ഖൈർ കാണുന്ന എല്ലാവരും ആ ബോധ്യത്തിൽ ജീവിക്കണം കേട്ടോ. അങ്ങനെ ജീവിച്ചിട്ട് നിസ്കരിച്ചിട്ടേ കാര്യമുള്ളൂ മക്കളെ. അല്ലാണ്ടുള്ള നിസ്കാരമൊക്കെ പടച്ചോനെ കളിയാക്കലല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളിൽ വേദനിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ട് വേദനിച്ചിരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായി പൈസയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ബർക്കത്തില്ല, ഒരു സന്തോഷമില്ല. ഇങ്ങനെയൊക്കെ ഒരു ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനോഹരമായൊരു മന്ത്രം പറഞ്ഞുതരാം. ഇത് പഠിപ്പിച്ചു തരേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മനസ്സറിഞ്ഞ് പഠിക്കല്ലേ. ഈ സ്വഭാവുൽ ഖൈർ കണ്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടണം, ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ. ഖിയാമത്ത് നാളായാൽ എന്താ സംഭവിക്കുക? പടച്ചോൻ ഖബറിൽ നിന്ന് എല്ലാവരെയും പുനർജനിപ്പിക്കും. ഖബറിൽ നിന്ന് എല്ലാവരും മഹ്ശറിലേക്ക് നടക്കും. എന്തിനാ? അതിഭീകരമായ വിചാരണയുണ്ട്. സൂര്യനിങ്ങനെ തലക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അതിഭീകരമായ വിചാരണ വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ അള്ളാഹ് എഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹു അവർക്ക് ചിറകുകൾ കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിറക് കൊടുക്കുന്നേ. എന്നിട്ട് ഫയത്തിറൂൻ മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, അവരെന്ത് ചെയ്യുമെന്നറിയോ? അവർ ഖബറിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പറക്കും. വേറെ വിചാരണയിലേക്ക് പോകുന്നില്ല, വേറെ എവിടെയും കയറണില്ല. ആ 2 ചിറകുകൾ അള്ളാഹ് കൊടുത്തപ്പോൾ അവർ പറന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ചെന്നിട്ട് അടിച്ചു പൊളിക്കാൻ തുടങ്ങും. നിങ്ങൾ എന്തിച്ചു നോക്കിയേ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ആ 2 പേരിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചിറകൊക്കെ വെച്ച് പറന്നു പോവുക, മക്കളൊക്കെ ആയിട്ട് പറന്നു പോവുക, സ്വർഗത്തിൽ ചെന്ന് ഉല്ലസിക്കുക. യാ അല്ലാഹ്, അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അലൽ അറായികി മുത്തക്കിഊൻ അല്ലേ? സുബ്ഹാനല്ലാഹ്. സ്വർഗീയ ലോകത്ത് മനോഹരമായ ഊഞ്ഞാലുകളിൽ ഇങ്ങനെ ആടുന്ന ഭാര്യ ഭർത്താക്കന്മാരായി നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റണം. അങ്ങനത്തെ ജീവിതം ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ദുനിയാവിൽ സമാധാനമാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ദുനിയാവിൽ ആഖിറത്തിലും സ്വർഗം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇവരിങ്ങനെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലക്കുകൾ കയറി വന്നത്. ഇതാരടാ പുതിയൊരു ഐറ്റം, ഇവിടെ കണ്ടിട്ടില്ലല്ലോ. സ്വർഗത്തിൻ്റെ അകത്ത് അവരോട് ചോദിക്കാൻ, ആരാണ് നിങ്ങൾ? ആരാണ്? നഹ്നു അഹ്ലുൽ ഫളൽ, ഞങ്ങൾ ശ്രേഷ്ഠതയുള്ള ഒരു വിഭാഗമാണ്. അള്ളാഹ് അവർക്ക് അങ്ങനെയാണ് പേര് കൊടുത്തേക്കണം, അഹ്ലുൽ ഫളൽ, ശ്രേഷ്ഠതയുടെ വിഭാഗം. അപ്പം എന്താ അത്ര വലിയ ശ്രേഷ്ഠത? നിങ്ങൾ ഏത് ഉമ്മത്തിൽപ്പെട്ടതാണ്? മിൻ ഉമ്മച്ചി മൻ അൻറ്റും, ഏത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവനാണ്? അത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. ആഹാ, ഹൽ റഅയ്തും ഹിസാബ, നിങ്ങളപ്പോൾ ഹിസാബൊന്നും കണ്ടില്ലേ? അതായത് ഓരോ മനുഷ്യരും ചെയ്ത കർമ്മങ്ങൾ തൂക്കി നോക്കി അളന്നിട്ട് അള്ളാഹു സ്വർഗ്ഗ നരകങ്ങളൊക്കെ നിശ്ചയിക്കണ ഹിസാബോടെ നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അവിടെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിട്ട് എപ്പോഴാണ് ഹിസാബ് എന്നും ചോദിച്ചിരിക്കുമ്പോൾ ഇവന്മാരുണ്ട് ഇതേ സ്വർഗ്ഗത്തിൽ കിടന്ന് കളിക്കണം. അപ്പോൾ മലക്കളി, നിങ്ങൾ ഹിസാബൊന്നും കണ്ടില്ലേ? മാർ ഐന ഹിസാബ്, അതെന്ത് സാധനമാണ്? ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ചോദിക്കും, ഹൽ ജസൈതുൽ സിറാത്ത്, നിങ്ങൾ സിറാത്ത് പാലം കടന്നില്ലേ? മുടിനാരേഴായി കീറിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പാടിയിട്ടുള്ള അത്ര നേർത്ത ആ സിറാത്ത് പാലം, നരകത്തിൻ്റെ മുകളിലുള്ള പാലം. ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ സിറാത്ത് പാലം കടന്നിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ സിറാത്ത് പാലം ഒന്നും കണ്ടില്ല മനുഷ്യന്മാരെ? സിറാത്ത് മാറായിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ചോദിക്കും, ഹൽറായിത്തും ജഹന്നം, നരകം കണ്ടില്ലേ? അതായത് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നരകം കാണിച്ചിട്ടേ അള്ളാഹ് കൊണ്ടുപോകുള്ളൂ. കാരണം എന്താ? നരകം കണ്ടാൽ, ആ നരകത്തിലെ അദാബുകളൊക്കെ കണ്ടാലാണ് സ്വർഗത്തിൽ പോയി കിടക്കുമ്പോൾ ഇത്ര വലിയ അനുഗ്രഹമാണല്ലോ പടച്ചോനെ എനിക്ക് കിട്ടിയത് എന്നുള്ളൊരു നന്ദി ബോധം ഉണ്ടാവുള്ളൂ നമുക്ക്. അതുകൊണ്ട് നരകം ഒന്ന് കാണിക്കും. അവർ ചോദിക്കും, നിങ്ങൾ ഹൽ റായിത്തും ജഹന്നം എന്ന നരകം നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ ഞങ്ങളൊരു സാധനവും കണ്ടിട്ടില്ല. ഞങ്ങൾ ഖബറിന്ന് പറന്നിട്ട് നേരെ വന്ന് ലാൻഡ് ചെയ്തത് എവിടെയാ? സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചോൻ നമ്മളതിൽ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ പിന്നെ മാതാ ഫളുക്കും, എന്തപ്പം നിങ്ങളുടെ ഈ ഫളിൽ ഇത്ര വലിയ ശ്രേഷ്ഠത എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ കാരണം? എന്താ ഇപ്പം നിങ്ങൾ ഡെയിലി നിന്ന് വെള്ളം പോലും കുടിക്കാതെ നിന്ന് നിസ്കരിച്ചത് കൊണ്ടാണോ? 365 ദിവസം നോമ്പ് വെച്ചത് കൊണ്ടാണോ? അതൊന്നും അല്ലല്ലോ. എന്താണ്? കുന്ന ഇദാ ളുലിംന സ്വബർന, സുബ്ഹാനല്ലാഹ്, വഇദാ ഉശൈലൈന അഫൗന വഇദാ ജുഹില അലൈന ഹലുംന.
സിമ്പിളായ ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ട് പറ്റൂല. കുന്ന ഇത് ദുലിംന സുബർന, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും. അതായത് എന്നെ ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ചാൽ, എന്നെ വേദനിപ്പിച്ചാൽ വാക്കുകൾ കൊണ്ട്, ഇപ്പോൾ വീട്ടിൽ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞ്, അവിടെ ക്ഷമിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, ക്ഷമയുടെ ആ ഒരു ഉത്തരമാണ് അൽഹംദുലില്ലാ. അതാണ് ആ മന്ത്രം, അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് തന്നതാണിത്, അൽഹംദുലില്ലാ. മതി, പടച്ചോനിലേക്ക് അത് വിട്ടു. ബാക്കി അമ്മായിയമ്മയുടെ കാര്യം ആരും നോക്കിക്കോളും, അള്ളാഹ് നോക്കിക്കോളും. ഇവിടെ നമ്മൾ അമ്മായിയമ്മ അത് ശരിയല്ല കേട്ടോ, എന്നാൽ ഉമ്മ ഞങ്ങൾ പോയി ചെയ്യും, മറ്റതാണ് മറിച്ചതാണ്, അങ്ങനെയല്ല. ഓരോന്നിനും ഒരു രീതിയുണ്ട് ഇല്ലേ? ഇപ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ കടുത്ത വാക്കുകൾ പ്രയോഗിക്കാതെ അവർ ചില കുറ്റങ്ങളൊക്കെ നമ്മളെ പറഞ്ഞാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എല്ലാം ക്ഷമിച്ചങ്ങനെ നിന്ന് അടികൊള്ളണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടേക്ക് ഒരു ക്ഷമയുടെ മനസ്സുണ്ടാകണം. അൽഹംദുലില്ലാ, എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലാന്നേ, അവരവിടെ കിടന്ന് കാണിക്കട്ടെ, എന്ത് പറഞ്ഞാൽ. അവരിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് എന്നെ ബാധിക്കും. അത് ഞാനിപ്പോൾ തിരിച്ചു പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എന്തുണ്ടാകാൻ അവർ നന്നാവുമോ? ഇല്ലല്ലോ. മറിച്ചത് അള്ളാഹുവിലേക്ക് അത് വിട്ടുകൊടുത്തിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ക്ഷമിച്ചു എന്ന് നോക്കിയേ. മനസ്സിലായോ? ഇപ്പം നമ്മൾ ആണുങ്ങളോട് പറയണം, പ്രത്യേകിച്ച് നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ ഓപ്പോസിറ്റുള്ളവൻ നല്ല ലൈറ്റ് അടിച്ച് കാണിക്കും. ഇങ്ങനെ നമ്മളെന്ത് ചെയ്യും? തിരിച്ച് ലൈറ്റ് ഇട്ട് അവൻ്റെ കണ്ണ് പൊട്ടിക്കും. ഇനി വേറെ ചില മനുഷ്യന്മാരുണ്ട്, ബാക്കിൽ കൂടെ ഏതെങ്കിലും ഒരുത്തൻ ലൈറ്റ് അടിച്ചിട്ട് നമുക്കിങ്ങനെ നമ്മളെ ഇടങ്ങേറാക്കിയിട്ട് അവൻ സൈഡ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ സൈഡ് കൊടുത്തു, ഇവൻ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ച് ഇടങ്ങേറാക്കാൻ തുടങ്ങും. പകരത്തിന് പകരം. ഈ സ്വഭാവമുള്ളവർ ആദ്യമാരകമായ വിചാരണ നേരിടാനുണ്ട്. എന്നാൽ ഇതില്ലാത്തവർ ക്ഷമിക്കുന്നവരാണോ? പോട്ടെ, സാരല്ല, എന്തെങ്കിലും തിരക്കുണ്ടാവും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എത്ര വലിയ പ്രയാസത്തിലും അൽഹംദുലില്ലാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആ ബോധ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറവകളെപ്പോലെ സ്വർഗത്തിലേക്ക് പറക്കാം, ദുനിയാവിലും സമാധാനം. രണ്ടാമത്തെ എന്താ? നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. വേദനിപ്പിച്ചു, കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു നിങ്ങളെന്ത് ചെയ്യണം? ഞാനും കാണിച്ചു തരാം, എൻ്റെ മക്കളുടെ കല്യാണമല്ലേ വന്നത്, തിരിഞ്ഞു നോക്കൂലല്ലേ ഞാൻ. അങ്ങനെയല്ല. ചിലപ്പോൾ കുടുംബത്തിൽ അങ്ങനെ വേദനിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. മാപ്പ് കൊടുക്കടോ, ഞാൻ പുറത്തു കൊടുത്തു. ഇങ്ങനെ പുറത്തു കൊടുക്കുന്നവരായാലുള്ള ഗുണം എന്താണെന്നറിയോ? പടച്ച റബ്ബ് നമുക്ക് പുറത്തു തരും. അങ്ങനെയല്ലേ? നമ്മൾ പുറത്തു കൊടുത്താൽ നമുക്കാരെ പുറത്തു തരുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹ് പുറത്തു തരാനായിട്ട് നമ്മൾ പുറത്തു കൊടുക്കുന്നവരാകണം. അല്ലാതെ നമ്മുടെ നിസ്കാരം കൊണ്ട് എന്ത് അമല അതിലുള്ളത്, എന്ത് ഇഖ്ലാസ് ഉള്ളത് ആ നിസ്കാരത്തിൽ, എന്ത് ഈമാനുള്ളത്, എന്ത് തഖ്വയുള്ളത്. നമ്മൾ കഞ്ഞിക്കൽ അടപ്പത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൈ കെട്ടും. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ, കഞ്ഞി ഇളച്ച പടച്ചോനെ റഹ്മാൻ റഹീം, പടച്ചോനെ താഴ്ത്തോട്ട് വീഴുമോ, ഗ്യാസ് കെടുവോ, ഗ്യാസ് പൊട്ടിത്തെറിക്കുമോ? ഇതാണ് നമ്മുടെ നിസ്കാരം. ഇതിലെന്തൂട്ട് പുറത്തു തരാനാ പടച്ചോൻ? എന്നാൽ നമ്മൾ മറ്റുള്ളവർക്കൊന്ന് പുറത്തു കൊടുത്തു നോക്കിയേ, അള്ളാഹു നമുക്ക് പുറത്തു തരും. അപ്പോൾ മറ്റുള്ളവർക്ക് പൊറുക്കുന്ന സ്വഭാവമാണ് ഞങ്ങളിലുള്ളത്. മലക്കളോട് പറയണവർ, ഞങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പറന്നു വരാനുള്ള കാരണേ, ഞങ്ങളെ വേദനിപ്പിച്ചവർ, ഞങ്ങളെ ചീത്ത പറഞ്ഞവർ, പച്ചത്തെറി പറഞ്ഞവർ, അൽഹംദുലില്ലാ, അപ്പോഴും അൽഹംദുലില്ലാ, ഞാൻ നിങ്ങൾക്ക് പുറത്ത് തന്നിട്ടുണ്ട്, അള്ളാഹ് നിങ്ങൾക്ക് പുറത്ത് തരട്ടെ, അത് പഠിച്ചോ നിങ്ങൾ വിട്ടുകൊടുത്തേക്കാം. മൂന്നാമത്തേത്, അവിവേകം കാണിച്ചാൽ അതും ഞങ്ങൾ സഹിക്കും, അൽഹംദുലില്ലാ. അത് അവരറിവില്ലാത്തവരാണ്. അവരെന്തെങ്കിലുമൊക്കെ ഒരു അറിവില്ലായ്മ കാണിച്ചു, അപ്പോൾ അറിവുള്ള ഞാനല്ലേ അത് പുറത്തു കൊടുക്കേണ്ടത്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഇക്കാക്കാട് ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ തള്ളക്ക് അറിവുമില്ല, പഠിപ്പില്ല, ഞാനൊക്കെ MBA എടുത്തിട്ടുണ്ട്, ഞാൻ MA എടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? എൻ്റെ MBA ഉണ്ട്. അതായത് വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സാരല്ല. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ഖുർആൻ പറയുന്നില്ലേ, വിവരമില്ലാത്ത ആളുകളെ തർക്കിക്കാൻ വന്നാൽ എന്തിയടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും, എനിക്ക് നേരല്ല കേട്ടോ. അതാണ് ഈമാനുള്ള മുഅ്മിനിൻ്റെ സ്വഭാവം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിവരക്കേടുകൾ നിങ്ങളോട് ആരെങ്കിലും കാണിച്ചാൽ, അവിവേകം കാണിച്ചാൽ, നിങ്ങൾ അതിൽ നിന്നൊഴിഞ്ഞു മാറിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. മനസ്സിലായോ? ഈ സ്വഭാവം നിങ്ങളിലുണ്ടോ? ഈ പറഞ്ഞ ഗുണമുള്ള ആളുകളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് വല്ലാത്ത ബറക്കത്ത്, സമാധാനം അനുഭവിക്കാൻ പറ്റുന്നേ. ഈ സമാധാനം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ വഴക്കും വിദ്വേഷവും ദേഷ്യവും സങ്കടമൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടാണ്. ഇതൊക്കെ പടച്ചോനിക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് തന്ന സങ്കടം, എൻ്റെ റബ്ബ് തന്ന സന്തോഷം, എൻ്റെ റബ്ബ് തന്ന വഴക്ക് എല്ലാം പടച്ചോൻ തന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, കുന്ന ഇദാ ഖലൗന നസ്തഹയി അൻ നഅസിയ, ഞങ്ങൾ ഒറ്റക്കായാൽ തെറ്റ് ചെയ്യാൻ ഭയങ്കര നാണാണ് എന്നാണ്. നമുക്ക് ഒറ്റയ്ക്കായാലാണ് തെറ്റ് ചെയ്യാൻ കൂടുതൽ സന്തോഷം. നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര നാണമായിരിക്കും, അയ്യേ ഇപ്പം എങ്ങനെ അവൻ കാണും ഇവൻ കാണും എന്നാണ്. ഒറ്റക്കായാൽ നമ്മളെല്ലാ തോന്നിയാസം ചെയ്യും. എന്നാൽ ഒറ്റക്കായാൽ തെറ്റ് ചെയ്യാൻ ഭയങ്കര നാണായിരിക്കും ഇവർക്ക്. കാരണം എന്താ? അള്ളാഹ് കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നീ നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ ആയിരിക്കണം നീ ഒറ്റക്കായാലും ഫോൺ ഉപയോഗിക്കേണ്ടത്. നീ നിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ഒറ്റക്കായാലും നീ ആകേണ്ടത്.
തനിച്ചാകുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അദാബില്ലാതെ രക്ഷപ്പെടൂല എന്നല്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഇല്ലം തകുൻ തറാഹു ഇന്നഹു യറാക്. അള്ളാനെ നമ്മൾ കാണുന്നില്ലെങ്കിലും പടച്ചോ നമ്മളെ കാണുന്നുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ് വനർദ. ഞങ്ങൾ തൃപ്തിപ്പെടും എന്നാണ് അവർ പറയാൻ. അള്ളാഹ് എന്ത് തന്നാലും തൃപ്തിപ്പെടും. ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ പാസ്സായില്ല. അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് അതെനിക്ക് ഹൈറാക്കിയിട്ടില്ല. ഹൈറാണെങ്കിൽ പടച്ചോൻ തന്നേനെ. നീറ്റ് എക്സാം ഇതാ, ഞാൻ എൻ്റെ കുട്ടി കഷ്ടപ്പെട്ട് എഴുതിയ നീറ്റ് എക്സാമാണ്, അതും അവർ ക്യാൻസലാക്കി കളഞ്ഞു. ഇനി എന്ത് ചെയ്യും എൻ്റെ പിള്ളേരുടെ ഭാവി? എടാ അതും ഹൈറാണ്, അൽഹംദുലില്ലാ, അതും ഹൈറാണ്, അൽഹംദുലില്ലാ. നീറ്റ് എഴുതി ഇനി കിട്ടിയില്ല, അൽഹംദുലില്ലാ, അതും ഹൈർ. SSLCക്ക് ഒരു A+ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഒട്ടും A+ കിട്ടിയില്ല, അൽഹംദുലില്ലാ, ഹൈറാണ്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തല്ലോ. അതായത് റബ്ബ് എന്ത് തന്നാലും തൃപ്തിപ്പെടുന്നൊരു മനസ്സുണ്ട്, ഒരു ഹാപ്പി ആയിരിക്കും. ഇല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയില്ല, എൻ്റെ പിള്ളേരുടെ ഭാവി എന്താവും? A+ലൊക്കെയാണ് ഭാവി ഇരിക്കുന്നത്. നിങ്ങളോട് ആരാ മക്കളെ പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊസിഷനായ IAS എടുക്കാനായിട്ട് നിങ്ങൾക്ക് സയൻസ് ഒന്നും വേണ്ട, ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതി. സൂപ്പറായിട്ട് IAS എഴുതാം. ഈ പിള്ളേരുടെ മനസ്സിൽ A+ എന്നും പറഞ്ഞ് ടെൻഷനൊക്കെ കുത്തിക്കയറ്റിയിട്ട് ആകെ കുട്ടികളെ വരെ ഡിപ്രസ്ഡ് സ്റ്റേജിലാക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബോധം തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് നീ ഇപ്പോൾ ജോലിക്ക് പോയി, ശമ്പളം കുറച്ചാണ് കിട്ടിയത്. ഇന്ന് നിനക്ക് അള്ളാഹ് കലാക്കിയത് അതാണ്, അൽഹംദുലില്ലാ. പോണ വഴിക്കും തട്ടി വീണു, അൽഹംദുലില്ലാ. വലിയതോ അപകടത്തിൽ നിന്ന് അള്ളാഹ് എന്നെ സംരക്ഷിച്ചതാണ്, ചെറുത് എന്നിട്ട്, അൽഹംദുലില്ലാ. അങ്ങനെ ഈ സ്വഭാവങ്ങളൊക്കെ അവരിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇല്ലേ, പ്രയാസമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും അൽഹംദുലില്ലാ, ആരോഗ്യമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും അൽഹംദുലില്ലാ. അല്ലാഹ് എന്നെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അൽഹംദുലില്ലാ, കുറ്റം പറഞ്ഞാലോ എന്നെ കുറ്റം പറയാനൊക്കെ അവൾക്ക് എന്ത് യോഗ്യതയുണ്ട്, അവളൊക്കെ അങ്ങനെ. അതല്ല, കുറ്റം പറഞ്ഞാലും അൽഹംദുലില്ലാ. എല്ലാം 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 അള്ളാഹുവിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്ത് ഈ വാക്ക് ഡെയിലി ഉപയോഗിക്കുന്നവരായി നിങ്ങൾ മാറി നോക്ക്. നമ്മുടെ സ്വഭാവലേറിൽ രാവിലെ തന്നെ അൽഹംദുലില്ലാ പറയിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഇത് തന്നെയാണ്, ആശയം അത് തന്നെയാണ്. ഈ ബോധ്യത്തിൽ നിങ്ങളൊന്ന് അൽഹംദുലില്ലാ പറഞ്ഞു നോക്ക് മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരും. നിങ്ങൾ പിന്നെ കരയൂലടാ, വേണ്ടാത്തതിന് കരയൂല, കണ്ണുനീര് പടച്ചോൻ തുടച്ചു തരും. മനസ്സറിഞ്ഞ് ആ ബോധ്യത്തിൽ പറയണം അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് തന്നതെല്ലാം എനിക്ക് ഹൈറാൻ, അൽഹംദുലില്ലാ. ആ ബോധ്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചയിലെ വിജയി ആരാണെന്ന് നമുക്കൊന്ന് നോക്കണം. ഒന്ന് വേഗമായിക്കോട്ടെ. അഡ്മിൻസ് വേഗട്ടെ. മാഷാ അല്ലാഹ്. മുഹമ്മദ് റൈഹാൻ എന്ന് പറയുന്ന ഐഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് ഇത്തവണ 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ താഴെ കാണുന്ന റിലീഫ് പദ്ധതിയുടെ 2ാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്തതടക്കം. അള്ളാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ ഇന്ന് തന്നെ ഗൂഗിൾ പേയിലേക്ക് സമ്മാനം വന്നെത്തുന്നതായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, വാട്സപ്പിൽ വന്ന് ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതില്ല കേട്ടോ. ഉത്തരം കമൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ കമൻറ്റായിട്ടാണ്, വാട്സപ്പിലല്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്നാണ് ആഴ്ചയിൽ ഒരാൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം ഇതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി കിടത്തി അല്ലേ? അറുക്കാൻ കിടത്തിയപ്പോൾ എത്ര തവണയാണ് അറുക്കാൻ ശ്രമിച്ചത്? ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം എത്ര തവണ അറുക്കാൻ ശ്രമിച്ചു? കമൻറ്റ് ചെയ്യുമല്ലോ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല. ഇതിൻ്റെ മിഥിൽ സവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ല. അവിടുത്തെ പൊരുത്തം തരണേ അല്ല. ആ ഹബീബിൻ്റെ തിരുനോട്ടത്തിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ പെടുത്തണേ അല്ല. പാപങ്ങളേറെ ചെയ്തു പോയി പുറത്തു തരണേ അല്ല. കരുണക്കടലായ റബ്ബേ, ഈ റിലീഫ് പദ്ധതിയിലേക്ക് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിലേക്ക് ഹദിയ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. അവരുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ ഹാസുലാക്കണയല്ല. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല.
ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.